Dear students, welcome to mathematics class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ലാസ്റ്റ് പേജിലുള്ള എക്സസൈസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ് നമ്മൾ കണ്ടെത്തുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഹൗ ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points ഓൺ ആൻ ഇൻക്ലൈൻഡ് ലൈൻ. ഓക്കെ, 2 points, distance between 2 points on a line which is neither parallel to x-axis nor parallel to y-axis. പേജ് 146 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ഇൻ പേജ് 146. ഓക്കെ, അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, there is a quadrilateral given like this. അതിൻ്റെ 4 vertices തന്നിട്ടുണ്ട്. -3, -2, ഇവിടെ 1, -2, -3, 1, here it is 0, 0 ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യൻ 1, പേജ് 146. Calculate the length of the sides and diagonals of the quadrilateral on the right. ഓക്കെ, റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഡയഗണൽസിൻ്റെ ലെങ്ത്തും കാണണം, സൈഡ്സിൻ്റെ ലെങ്ത്തും കാണണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ പഠിച്ച 4 ഫോർമുലയും അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതാണ് മോഡുലസ് ഓഫ് x1 മൈനസ് x2. ഓക്കെ, മോഡുലസ് ഓഫ് y1 മൈനസ് y2, റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ, അതേപോലെ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. എല്ലാ 4 ഫോർമുലയും അപ്ലൈ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനെ 4 വെർട്ടീസസിന് നമ്മൾ എന്ത് ചെയ്യുക, പേര് കൊടുക്കുക. ഇവിടെ ഇത് എ ആണെങ്കിൽ ബി, സി, ഒ എന്ന് കൊടുക്കുക. എന്താ ഒ എന്ന് കൊടുക്കാൻ കാരണം, അവിടെ 0, 0 ആയതുകൊണ്ടാണ് നമ്മൾ ഒ എന്ന് കൊടുക്കുന്നത്. 0, 0 എന്നുള്ള പോയിൻ്റ് എപ്പോഴും എന്താണ്, ഒറിജിനാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒ എന്ന് പേര് കൊടുക്കുന്നു. ഞാൻ ഉള്ളിൽ എഴുതിയെന്നുള്ളൂ, പുറത്തെഴുതാം. ഓക്കെ, ഒ ഒറിജിൻ. ഓക്കെ, ഇനി ഈ 2 പോയിൻറ്റ്സിൻ്റെ പ്രത്യേകത, ഇറ്റ് ഇസ് എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. അതുകൊണ്ട് y കോർഡിനേറ്റ്സ് ഇവിടെ സെയിം ആണ്. ദർഫോർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 പോയിൻറ്റ് ഈസ് മോഡുലസ് ഓഫ് x2 മൈനസ് x1. ഈ മോഡുലസ് ഓഫ് x1 മൈനസ് x2 എന്ന് എഴുതിയാലും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ ബി സി ആണത്. അതുപോലെ എ ബി, നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. എ ബി, ഇവിടെ എക്സ് കോർഡിനേറ്റ്, ഇവിടെ എക്സ് കോർഡിനേറ്റ്. ഈ 2 എക്സ് കോർഡിനേറ്റ്സും എന്താണ്, ഈക്വലാണ്. ബിക്കോസ് ദിസ് ലൈൻ ഈസ് പാരലൽ ടു y ആക്സിസ്. അപ്പോൾ ഈ 2 എക്സ് കോർഡിനേറ്റ്സും ഈക്വൽ ആയതുകൊണ്ട് y കോർഡിനേറ്റ്സ് നമ്മളുടെ ഡിഫറൻസ്, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് y2 മൈനസ് y1 അല്ലെങ്കിൽ മോഡുലസ് ഓഫ് y1 മൈനസ് y2. അത് കണ്ടാൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടും. അങ്ങനെ എ ബി കിട്ടും. ഇത് എങ്ങനെ കാണുമെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എ ബി കാണും. സോ എ ബി ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് y2 മൈനസ് y1. y1 മൈനസ് y2 എന്ന് എഴുതാമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് x1 y1, ഇത് x2 y2. അപ്പോൾ y2 മീൻസ് -2 മൈനസ് y1 ഈസ് 1. അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ. ഇപ്പോൾ -2 മൈനസ് 1 ഈസ് -3. -3ൻ്റെ മോഡുലസ് വാല്യൂ, അബ്സല്യൂട്ട് വാല്യൂ ഈസ് വാട്ട്, 3. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എത്ര കിട്ടി, 3 എന്ന് കിട്ടി. ഓക്കെ, സോ എ ബി ഈസ് ഈക്വൽ ടു 3. ഇനി എന്ത് കാണാം, ബി സി. ബി സി ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് x2 മൈനസ് x1, ദാറ്റ്സ് ഈക്വൽ ടു, അപ്പോൾ ഇത് x1 y1 എന്ന് എടുക്കുക, ഇത് x2 y2 എന്ന് എടുക്കുക. അപ്പോൾ നേരത്തെ ഇത് x2 y2 ആയിരുന്നില്ലേ സാർ എന്ന് ചോദിക്കും. അത് വിട്ടു. ഇനി രണ്ടാമത് നമ്മൾ പുതിയ ലൈൻ്റെ ഡിസ്റ്റൻസ് കാണാം, അല്ലെങ്കിൽ ലെങ്ത്ത് കാണാം. അങ്ങനെ കാണുമ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാൽ, ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ ഈസ് ടേക്കൺ ടു ബി x1 y1, ദിസ് ഇസ് ടേക്കൺ ടു ബി x2 y2. ഓക്കെ, അപ്പോൾ ഇവിടെ മോഡുലസ് ഓഫ് x1 മൈനസ് x2 അല്ലെങ്കിൽ x2 മൈനസ് x1 കാണും. അപ്പോൾ ഇത് x1, ഇത് x2. അപ്പോൾ x2 മൈനസ് x1 മീൻസ് 1 മൈനസ് എന്താണ് x1, -3. ഓക്കെ, സോ മൈനസ് മൈനസ് ബിക്കംസ് പ്ലസ്. സോ 1 + 3, 4. ഓക്കെ, സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 4, ദാറ്റ്സ് ഈക്വൽ ടു 4. സോ വി ഗോട്ട് ബി സി ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി 4. ഇനി ഈ ഡിസ്റ്റൻസ് കാണണം, ഈ ഡിസ്റ്റൻസ് കാണണം. അപ്പോൾ ഇവിടെ ഈ ലൈൻ്റെ ഒരു എൻഡ് പോയിൻ്റ് എന്താണ്, ഒറിജിനാണ്. ഒറിജിനാണെങ്കിൽ മറ്റേ പോയിൻറ്റിനെ എക്സ് വൈ എന്ന് എടുക്കുക. എന്നിട്ട് റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ആണെന്ത്, ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ OA is equal to what, root of
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എന്താണ് എക്സ് സ്ക്വയർ? നെഗറ്റീവ് 3യുടെ സ്ക്വയർ, നെഗറ്റീവ് 3 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മീൻസ് 1 സ്ക്വയർ, 1 സ്ക്വയർ. നെഗറ്റീവ് 3 സ്ക്വയർ 9, 1ൻ്റെ സ്ക്വയർ 1, സോ റൂട്ട് ഓഫ് 10. അപ്പോൾ ഇതെത്രയാണ്? റൂട്ട് 10 ആണ്. അത് നമുക്ക് കിട്ടി. ഇനി അതേപോലെ തന്നെ ഒ സി കാണും. ഓക്കെ, ഒ സി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് അതേ ഫോർമുല തന്നെ ഏത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. കാരണം ഒരു എൻ പോയിൻ്റ് എന്താണ്? ഒറിജിനാണ്. അപ്പോൾ ഈ മറ്റേ എൻ പോയിൻറ്റിൽ നമ്മൾ എക്സ് വൈ നടക്കുക. ദിസ് ഇസ് എക്സ് ആൻഡ് ദിസ് വൺ ഈസ് വൈ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മീൻസ് 1 സ്ക്വയർ പ്ലസ് നെഗറ്റീവ് 2 സ്ക്വയർ. ഓക്കെ, 1 സ്ക്വയർ പ്ലസ് നെഗറ്റീവ് 2 സ്ക്വയർ. 1 square 1, negative 2 in the square 4, so 1 plus 4 that's equal to 5, root 5. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി റൂട്ട് 5. ദാറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദിസ് ലൈൻ സെഗ്മെൻറ്റ്. അപ്പോൾ 4 സൈഡ്സിൻ്റെ ലെങ്ത്ത് നമുക്കിപ്പോൾ കിട്ടി. ഇനി എന്ത് കാണാം? 2 ഡയഗണൽസ് കാണാം. ഡയഗണൽസ് ഒന്ന് ഏതാണ്? ഡയഗണൽസിലെ ഒന്ന് ഒ ബി ആണ്, മറ്റേത് ഏതാണ്? എ സി ആണ്. അപ്പോൾ ഡയഗണൽ ഒ ബി കാണുമ്പോഴും ഇതേ ഫോർമുല തന്നെ ഉപയോഗിക്കുന്നു. ഡയഗണൽ ഒ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു ഏതാണ്? എക്സ്, ഇത് ഒ ബി, അപ്പോൾ ഇത് എക്സ്, ഇത് വൈ. ഓക്കെ, നെഗറ്റീവ് 3 സ്ക്വയർ പ്ലസ് നെഗറ്റീവ് 2 സ്ക്വയർ എന്ന് ഉപയോഗിക്കാം. അപ്പോൾ നെഗറ്റീവ് 3 സ്ക്വയർ പ്ലസ് നെഗറ്റീവ് 2 സ്ക്വയർ. നെഗറ്റീവ് 3 സ്ക്വയർ 9, നെഗറ്റീവ് 2 സ്ക്വയർ 4, അപ്പോൾ 9 പ്ലസ് 4 ഈസ് ഈക്വൽ ടു 13, ദാറ്റ് ഈസ് റൂട്ട് 13 ഉണ്ട്. അപ്പോൾ ഈ ലെങ്ത് ഒ ബി എന്ന ലെങ്ത് എന്താണ്? റൂട്ട് 13 ആണ്. ഇനി എന്ത് കാണണം? എ സി കാണണം. എ സി. അപ്പോൾ എ സിയുടെ പ്രത്യേകത എന്താണ്? എ സി ഈസ് നോട്ട് പാരലൽ ടു എക്സ് ആക്സിസ്, നോട്ട് പാരലൽ ടു വൈ ആക്സിസ്, ആൻഡ് ഇറ്റ്സ് എൻ പോയിൻറ്റ്സ് നോക്കുക. എൻ പോയിൻറ്റ്സ്, നോ എൻ പോയിൻ്റ് ഈസ് ഒറിജിൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 2 എൻ പോയിൻറ്റ്സ് നോക്കിയാൽ ഒരു എൻ പോയിൻറ്റ് പോലും ഒറിജിൻ അല്ല. ഈ ലൈൻ എക്സ് ആക്സിസിന് പാരലല്ല, വൈ ആക്സിസിന് പാരലല്ല, ഒന്നുമല്ല. അപ്പോൾ നമ്മൾ ഏത് ഫോർമുല ഉപയോഗിക്കണം? ഇനി ഒരു ഫോർമുലയും കൂടെ ബാക്കിയുള്ള ആ ഫോർമുല ഉപയോഗിക്കുക. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമുല. ഇവിടെ വരെ നീട്ടി വരയ്ക്കുക കേട്ടോ. സ്ക്വയർ റൂട്ട് അത്രയും വേണം. അപ്പോൾ എന്താണ് x1 y1? ഇതിന് നമുക്ക് x1 y1 എന്ന് എടുക്കുക, ഇത് x2 y2 എന്ന് എടുക്കുക. ഓക്കെ, അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ. അപ്പോൾ x2 എന്ന് പറഞ്ഞാൽ 1, x1 മൈനസ് 3. അപ്പോൾ 1 മൈനസ് മൈനസ് 3, 1 മൈനസ് മൈനസ് 3 ഹോൾ സ്ക്വയർ, x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2. ഇതാണ് y2, ഇത് y1. ഓക്കെ, മൈനസ് 2 മൈനസ് 1 ഹോൾ സ്ക്വയർ, y2 നെഗറ്റീവ് 2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ 1, അപ്പോൾ മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണും. ഓക്കെ, 1 മൈനസ് മൈനസ് 1 പ്ലസ് 1 പ്ലസ് 3 4, 4ൻ്റെ സ്ക്വയർ 16. ഓക്കെ, 16 പ്ലസ് ഇവിടെ നെഗറ്റീവ് 2 മൈനസ് 1 നെഗറ്റീവ് 3, നെഗറ്റീവ് 3ൻ്റെ സ്ക്വയർ 3ൻ്റെ സ്ക്വയർ തന്നെ, ദാറ്റ് ഈസ് 9. ഓക്കെ, സോ 16 പ്ലസ് 9 ഈസ് ഈക്വൽ ടു 25, റൂട്ട് 25 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. അപ്പോൾ ഈ ഡയഗണലിൻ്റെ ലെങ്ത് എന്താണ്? 5 ആണ്. അങ്ങനെ എല്ലാ 4 സൈഡ്സിൻ്റെയും അതേപോലെ തന്നെ 2 ഡയഗണൽസിൻ്റെയും ലെങ്ത്ത് നമുക്ക് കിട്ടി. ഇതിൽ നമ്മളിത് പഠിച്ചിരിക്കുന്ന എല്ലാ ഫോർമുലയും അപ്ലൈ ചെയ്തിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഈ പ്രോബ്ലത്തിന് ആൻസർ കണ്ടാൽ ഈ ഡിസ്റ്റൻസ് എന്നുള്ള ഭാഗത്തുള്ള സർവ്വസംഗതി നിങ്ങൾ പഠിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ y2 മൈനസ് y1 എന്നുള്ളതിന് പകരം നിങ്ങൾ y1 മൈനസ് y2 എന്ന് എഴുതിയാലും ആൻസർ തെറ്റില്ല, അവസാനം കിട്ടുന്ന സെയിം ആയിരിക്കും. അതുപോലെ മോഡുലസ് ഓഫ് x2 മൈനസ് x1 എന്നുള്ളതിന് പകരം മോഡുലസ് ഓഫ് x1 മൈനസ് x2 ഇങ്ങനെ തിരിച്ച് അങ്ങോട്ട് എഴുതിയാലും വിൽ ഗെറ്റ് സെയിം ആൻസർ. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയാൽ പ്രശ്നമൊന്നുമില്ലാന്ന് മനസ്സിലാക്കുക. പിന്നെ ഇത് അതേപോലെ തന്നെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ആണ്, ഇവിടെ ഒന്നും തെറ്റാനില്ല. പിന്നെ ഈ ലാസ്റ്റ് ഫോർമുലയിൽ എന്താണ്? x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. അതിന് പകരം x1 മൈനസ് x2 ഹോൾ സ്ക്വയർ y1 മൈനസ് y2 ഹോൾ സ്ക്വയർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതി വിചാരിക്കുക, കുഴപ്പമില്ല.
എങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? സെയിം ആയി. ഇനി ഒരു സ്ഥലത്ത് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ എന്ന് എഴുതി, മറ്റേടത്തിൽ y1 മൈനസ് y2 ഹോൾ സ്ക്വയർ, നേരെ തിരിഞ്ഞു പോയി. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ y2 മൈനസ് y1 ഹോൾ സ്ക്വയർ എന്ന് തന്നെ എഴുതി, ഇവിടെ എന്ത് എഴുതി? x1 മൈനസ് x2 ഹോൾ സ്ക്വയർ തിരിച്ചെഴുതി. എന്നാലും കുഴപ്പമില്ല. എങ്ങനെ എഴുതിയാലും ഈ ഫോർമുലയിൽ ഇത് രണ്ടും y ആയിരിക്കണം, ഇത് രണ്ടും എന്തായിരിക്കണം? x ആയിരിക്കണം. ഇവിടെ വരുന്നത് രണ്ടും x കോർഡിനേറ്റ്സ് ആയിരിക്കണം, ഇവിടെ വരുന്നത് രണ്ടും y കോർഡിനേറ്റ്സ് ആയിരിക്കണം എന്നുള്ള ഒരൊറ്റ പ്രത്യേകത മാത്രമേ ഉള്ളൂ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ പല രീതിയിലും മാറിയേക്കാം. മാറി എഴുതിപ്പോയാലും ഫോർമുല തെറ്റുന്നില്ല, ആൻസറും തെറ്റുന്നില്ല എന്ന് മനസ്സിലാക്കുക. സോ നൗ വി ഗോട്ട് ദി ആൻസർ ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. Prove that by joining the points 2, 1, 3, 4, negative 3, 6 we get a right triangle. Second question ആണ്. 3 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ആ 3 പോയിൻറ്റ്സും കൂടെ ജോയിൻ ചെയ്താൽ നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ കിട്ടുമെന്ന് പ്രൂവ് ചെയ്യാം. 2, 1, 3, 4 അതേപോലെ തന്നെ നെഗറ്റീവ് 3, 6 ഈ 3 പോയിൻറ്റ്സ് നമ്മൾ ജോയിൻ ചെയ്താൽ നമുക്ക് റൈറ്റ് ട്രയാങ്കിളാണ് കിട്ടുക എന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ 3 പോയിൻറ്റ്സ് ഇങ്ങനെ വിചാരിക്കുക. ഈ 3 പോയിൻറ്റ്സ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. അതേസമയത്ത് ഒരു പോയിൻ്റ് ഇവിടെ, ഒരു പോയിൻ്റ് ഇവിടെ, ഒരു പോയിൻ്റ് ഇവിടെ ആണെങ്കിൽ ഇത് ജോയിൻ ചെയ്താൽ എന്ത് കിട്ടില്ല? റൈറ്റ് ട്രയാങ്കിൾ കിട്ടില്ല. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ കിട്ടുകയാണെങ്കിലുള്ള പ്രത്യേകത എന്താണ്? റൈറ്റ് ട്രയാങ്കിളിൻ്റെ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അതായത് ഇത് ഈ പോയിൻ്റ് എയും ഈ പോയിൻ്റ് ബിയും ഈ പോയിൻ്റ് സിയും ആണെങ്കിൽ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണോ? എ സി സ്ക്വയർ ആണ്. ഇനി ഇതിങ്ങനെ കൊടുത്തു, ഇവിടെ സി, ഇവിടെ ബി എ കൊടുത്തു. അങ്ങനെയാണ് എന്ത് കിട്ടണം? എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ എന്ന് കിട്ടണം. ഓക്കെ, ഇനി ഇവിടെ സിയും ഇവിടെ എ ആണെങ്കിലോ എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സി സ്ക്വയർ എന്ന് കിട്ടണം. അപ്പോൾ ഇത് കിട്ടുന്നതിനനുസരിച്ചുള്ള ഒരു വെർട്ടീസസ് ഒന്നും നമുക്ക് പേരാദ്യം തന്നെ കൊടുക്കാൻ കഴിയില്ല. നമ്മൾ ഏതെങ്കിലും പേര് കൊടുക്കുക, എന്നിട്ട് നമ്മൾ എ ബി സ്ക്വയർ ബി സി സ്ക്വയർ, ഇപ്പോൾ എ ബി സി എന്നാണ് പോയിൻറ്റ്സിന് പേര് കൊടുക്കുന്നത് വിചാരിക്കുക. അപ്പോൾ എ ബി സ്ക്വയർ ബി സി സ്ക്വയർ എ സി സ്ക്വയർ ഇത് 3ഉം കാണാം. എന്നിട്ട് കണ്ടിട്ട് ആ 3ൻ്റെയും മെഷേഴ്സ് നോക്കുക. 3ഉം ഡിഫറൻ്റാണ്. ആ ഡിഫറൻ്റ് ആയിട്ടുള്ള വാല്യൂവിൽ ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കുക. മറ്റേ 2 സ്ക്വയേഴ്സ് ആഡ് ചെയ്തിട്ട് ഈ വലിയ സ്ക്വയർ കിട്ടുന്നുവെങ്കിൽ we can say that it is a right angled triangle. Okay, the triangle formed by joining vertices having these coordinates is a right triangle എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പോയിൻറ്റിനെ എ എന്ന് വിളിക്കുന്നു, ഇതിനെ ബി എന്ന് വിളിക്കുന്നു, ഇതിനെ സി എന്ന് വിളിക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഡിസ്റ്റൻസ് കാണുക. അപ്പോൾ ഡിസ്റ്റൻസ് കാണുമ്പോൾ എ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇങ്ങനെയാണല്ലോ ചെയ്യുക. പക്ഷേ റൈറ്റ് ട്രയാങ്കിളിൻ്റെ കേസിൽ നമുക്ക് എന്താ കിട്ടേണ്ടത്? ബി സ്ക്വയർ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ സ്ക്വയറാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ റൂട്ടുള്ള ഒരു നമ്പർ, ഇപ്പോൾ റൂട്ട് 2ൻ്റെ സ്ക്വയർ കണ്ടാൽ എന്താ കിട്ടുക? 2 എന്നാണ് കിട്ടുക. ഓക്കെ, ഇപ്പോൾ എ ബി ഈസ് ഈക്വൽ ടു റൂട്ട് 2 ആണെങ്കിൽ എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും, റൂട്ടില്ലാതെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ വെച്ചാൽ എ ബി സ്ക്വയർ ബി സി സ്ക്വയർ എ സി സ്ക്വയർ സ്ക്വയേഴ്സ് കാണാം. അപ്പോൾ എന്തിൻ്റെ ആവശ്യമില്ല? റൂട്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ റൂട്ടില്ലാത്ത രീതിയിൽ കാണുക. കാരണം ഇറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ബേസിൻ്റെ സ്ക്വയർ, ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ, ഹൈറ്റിൻ്റെ സ്ക്വയർ ആണ് നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് റൂട്ടില്ലാതെ എഴുതിയാൽ മതി. അപ്പോൾ എ ബി സ്ക്വയർ, അപ്പോൾ റൂട്ട് വേണ്ട, എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു x1 മൈനസ് x2 അല്ലെങ്കിൽ x2 മൈനസ് x1 ഹോൾ സ്ക്വയർ. x2 എന്ന് പറഞ്ഞാൽ 3, x1 എന്ന് പറഞ്ഞാൽ 2. ഓക്കെ, 3 മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 4 മൈനസ് 1 ഹോൾ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 3 മൈനസ് 2 1, 1 സ്ക്വയർ 1, 4 മൈനസ് 1 3, 3 സ്ക്വയർ 9. So 1 plus 9 is equal to 10. അപ്പോൾ എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു
10 എന്ന് കിട്ടി. നെക്സ്റ്റ് ബി സി സ്ക്വയർ ഏതാണ് ഫോർമുല ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നത്? റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമുലയാണ്. അതിൽ റൂട്ടില്ലാതെ എഴുതി കഴിഞ്ഞാൽ x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ എന്നുണ്ടാവും. അങ്ങനെ അപ്പോൾ ഇനി ഇത് രണ്ടും തമ്മിൽ കാണുമ്പോൾ ഇത് x1 y1 ഇത് x2 y2. അപ്പോൾ x2 മൈനസ് x1 -3 മൈനസ് 3 -3 മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 6 മൈനസ് 4 ഹോൾ സ്ക്വയർ. That's equal to -3 minus 3 is -6. -6 in the square, 6 in the square തന്നെയാണ്. That is 36. 6 minus 4 is equal to 2. 2 in the square, that's 4. So you get what? 40. 36 plus 4 is equal to 40. അപ്പോൾ നമുക്ക് എ ബി സ്ക്വയർ കിട്ടി, ബി സി സ്ക്വയർ കിട്ടി. നെക്സ്റ്റ് വിൽ ഫൈൻഡ് എ സി സ്ക്വയർ. എ സി സ്ക്വയർ കാണുമ്പോൾ എയുടെ കോർഡിനേറ്റ്സ് x1 y1 എന്നും സിയുടെ കോർഡിനേറ്റ്സ് x2 y2 എന്ന് എടുക്കുക. അപ്പോൾ x2 മൈനസ് x1 ദാറ്റ് ഈസ് -3 മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ 6 മൈനസ് 1 ഹോൾ സ്ക്വയർ 6 മൈനസ് 1 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു -3 മൈനസ് 2 ഈസ് -5. -5 സ്ക്വയർ മീൻസ് 5 സ്ക്വയർ. 5 സ്ക്വയർ ഈസ് 25. ഓക്കെ, 25. Then 6 minus 1 is equal to 5. Square of 5 is 25. So 25 plus 25 is equal to 50. അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? 50 ആണ്. മറ്റേ രണ്ടും 50യേക്കാൾ ചെറുതാണ്. അപ്പോൾ ഈ ചെറുത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വലുത് കിട്ടുമോ നോക്കുക. കിട്ടുമെങ്കിൽ ഇറ്റ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. ദാറ്റ് മീൻസ് ദീസ് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ വെർട്ടീസസ് ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ചെറുത് 10 and 40. ഇത് രണ്ടും കൂടെ ആഡ് കഴിഞ്ഞാൽ 50. അതാണ് ഏറ്റവും വലുത്. സോ വി ഗെറ്റ് കിട്ടുന്നത് കൊണ്ട് നമ്മളെങ്ങനെ എഴുതുന്നു? എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? എ സി സ്ക്വയർ. അതിന് മുമ്പ് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ എഴുതി വെക്കാം. എന്താണ്? 10 പ്ലസ് 40 ഈസ് ഈക്വൽ ടു 50. ദാറ്റ് ഈസ് എ ബി സ്ക്വയർ plus BC square is equal to AC square. Therefore, we get a right triangle. Okay, by joining the points. Either 2 1 3 4 -3 6. We get a right triangle എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഇക്വൽ ടു എ സി സ്ക്വയർ എന്ന് എഴുതാൻ കാരണം എന്താ? ഇത് എ ബി സ്ക്വയറും ഇത് ബി സി സ്ക്വയർ ആയതുകൊണ്ടാണ്. ഇനി നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിരുന്നു വിചാരിക്കുക. ഇത് ബി ആയിട്ടായിരുന്നു എടുത്തത്, ഇത് സിയും ഇത് എ ആയിട്ട് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നത് എന്താണ്? ബി സി സ്ക്വയർ ആയിരിക്കും. ബി സി സ്ക്വയർ. ഓക്കെ, ഈ എ ബി സ്ക്വയറിന് പകരം നമുക്ക് കിട്ടുന്നത് ബി സി സ്ക്വയർ ആയിരിക്കും. പിന്നെ രണ്ടാമത് കിട്ടുന്നത് എന്തായിരിക്കും? സി എ സ്ക്വയർ ആയിരിക്കും. ഇത് സി എ സ്ക്വയർ ആയിരിക്കും ഇതിന് പകരം. മൂന്നാമത് കിട്ടുന്നതായിരിക്കും ബി എ സ്ക്വയർ ആയിരിക്കും. ബി എ സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ കിട്ടാം. അപ്പോൾ 10ന് പകരം നമ്മൾ എന്ത് എഴുതണം? ബി സി സ്ക്വയർ എന്ന് എഴുതണം. അപ്പോൾ ഇവിടെ എ ബി സ്ക്വയർ എന്നല്ല എഴുതാം, ബി സി സ്ക്വയർ. 40ക്ക് പകരം എന്ത് എഴുതും? സി എ സ്ക്വയർ. അപ്പോൾ ബി സി സ്ക്വയർ പ്ലസ് സി എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി എ സ്ക്വയർ എന്ന് എഴുതേണ്ടി വരും. ബി സി സ്ക്വയർ പ്ലസ് സി എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി എ സ്ക്വയർ എന്ന് ഇതിന് പകരം എഴുതേണ്ടി വരും. അതായത് നമ്മൾ ഇവിടെ എടുക്കുന്ന ലെറ്റേഴ്സ് ഒക്കെ നോക്കി അതിന് അനുസരിച്ചാണ് ഇവിടെ വരുന്നത്. അതിനനുസരിച്ചുള്ള ഇക്വേഷനാണ് ഇവിടെ എഴുതേണ്ടത് നോക്കിയിട്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പുതുതായിട്ട് എഴുതിയതെല്ലാം മാച്ച് കളയാണ്. എപ്പോഴും എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ എന്ന് വരുമെന്ന് വിചാരിക്കരുത്. ചെറിയ രണ്ട് വാല്യൂസ് ഏതിൻ്റെ എല്ലാം സ്ക്വയർ ആണോ അതിൻ്റെ സമ്മാണ് ആദ്യം എഴുതേണ്ടത്. ഏറ്റവും വലിയത് ഏതിൻ്റെ സ്ക്വയർ ആണോ അതാണ് ലാസ്റ്റ് എഴുതേണ്ടത്. ദെർഫോർ എന്ന് പറഞ്ഞിട്ട് ഈ ആൻസർ ലാസ്റ്റ് എഴുതി വെക്കുക. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ,
ഇനി ഒരു 3 പോയിൻറ്റ്സ് കൂടെ, സോറി 3 പോയിൻറ്റ്സ് അല്ല 3 ക്വസ്റ്റ്യൻസും കൂടെ ബാക്കിയുണ്ട്. അതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കും. Next one is a circle of radius 10 is drawn with the origin as a center. Check whether each of the points with the coordinates 6, 9, 5, 9, 6, 8 is inside, outside or in the circle. Okay. Write the coordinates of 8 points on the circle. അത് രണ്ടും ഒരു ക്വസ്റ്റ്യൻ്റെ ഭാഗമാണ്. അതിനുശേഷം വേറെ 2 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണ് ബാക്കിയുള്ളത്. ആ 3 ക്വസ്റ്റ്യൻസ് വി ക്യാൻ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ തീരുമ്പോഴേക്ക് തന്നെ വളരെ ലെങ്തി ആവും ക്ലാസ് എന്ന് തോന്നുന്നു. തൽക്കാലം ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദ നെക്സ്റ്റ് 3 ക്വസ്റ്റ്യൻസ് വി ക്യാൻ സോൾവ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു ഫോർ വാച്ചിങ്. സി യു നെക്സ്റ്റ് ഡേ.